ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഗിലെ അവസാന മത്സരം ഹൈദരാബാദ് എഫ്സിക്കെതിരെ 3-1 സ്കോറിൽ അങ്ങനെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ടോട് കൂടി തന്നെ നമുക്ക് ആ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കുറച്ച് നല്ല നമ്മുടെ ഐമനൊക്കെ ആദ്യ ഗോൾ, ISL ആദ്യ ഗോൾ അങ്ങനെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഹെഡർ ഗോൾ സൗരവ് മണ്ഡലിൻ്റെ അസിസ്റ്റിൽ നിന്ന്. അപ്പോൾ അതുപോലെ തന്നെ നിഹാൽ സുധീഷും മറ്റൊരു മലയാളി താരങ്ങളുടെ 2 മലയാളി താരങ്ങളുടെ ഗോളാണെന്ന് പറയുന്നത് അത് ഐമൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു. അതുപോലെ മുഹമ്മദ് ഐമനാണ് മാൻ ഓഫ് ദി മാച്ച് അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഗ്രേറ്റ് പെർഫോമൻസ് ആണ്. കുറേ കാലമായ ഒരു ഗോള് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ലീഗിലെ ലാസ്റ്റ് മാച്ചിലാണ് ഐമൻ്റെ ഭാഗത്ത് നിന്ന് ആ ഗോൾ കാണാൻ സാധിച്ചത്. അതുപോലെ അസിസ്റ്റും നൽകി. അതുപോലെ പിന്നെ മറ്റൊരു കിടിലൻ പെർഫോമൻസ് എന്ന് വെച്ചാൽ സൗരവ് മണ്ഡലാണ്. സൗരവ് മണ്ഡൽ ഇന്ന് കുക്ക് ചെയ്യായിരുന്നു എന്ന് തന്നെ പറയാം. സൗരവ് മണ്ഡൽ 2 അസിസ്റ്റാണ്, 60 മിനിറ്റാണ് കളിച്ചത്. 2 അസിസ്റ്റ് അതിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ദൈസുക്കി സക്കായിയുടെ ഗോളിൽ അസിസ്റ്റ് കൊടുത്തത് സൗരവാണ്. അതുപോലെ തന്നെ ഐമനുള്ള ഗോളിനും സൗരവാണ് അസിസ്റ്റ് കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു അറിയില്ല ഇത്രയും കാലം രാഹുൽ ഇത്രയും മോശം പെർഫോമൻസ് അയച്ചു വെച്ചിട്ടും ഇത്രയും നല്ലൊരു പ്ലെയറിനെ നമ്മൾ ബെഞ്ചിലിരുത്തുന്നത്. എല്ലാ കളിയിലും താരം വരുന്ന എല്ലാ കളിയിലും സൗരവ് വരുന്ന എല്ലാ കളിയിലും ഒരു അറ്റാക്കിങ് ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നു. എപ്പോഴും ഒരു ത്രെഡ് നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഒരു ഫസ്റ്റ് ലെവലിലൊക്കെ ഇറക്കി നോക്കുന്നത്. ഇനി പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ വീണ്ടും രാഹുൽ തന്നെ ഇറക്കുമെന്ന് അറിയില്ല. സൗരവിനെ തന്നെ ആ ഫസ്റ്റ് ലെവലിൽ ഇറക്കണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല പെർഫോമൻസ് ആയിരുന്നു സൗരവ് മണ്ഡലിൻ്റെ ഭാഗത്ത് നിന്ന്. നല്ല രീതിയിൽ ക്രോസും കാര്യങ്ങളൊക്കെ ബോക്സിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗോൾ കീപ്പറായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ലാറ ശർമ്മയുടെ ഗ്രേറ്റ് പെർഫോമൻസ് ആണ്. കുറേ സേവുകൾ താരത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ക്ലീൻ ഷീറ്റ് ലഭിക്കാത്തതാണ് വളരെ ഇതായിട്ട് തോന്നിയത്. അത്രയും നല്ല രീതിയിൽ നിന്നിട്ട് അതും പിന്നെ പ്രത്യേകം എടുത്ത് തരേണ്ട കാര്യം ഇപ്പോൾ ഡിഫൻസിന് യാതൊരു മാറ്റവും ഇല്ല. നമ്മുടെ ഡിഫൻസ് അത്രയും ഷോക്കാണെന്ന് തന്നെ പറയാം. 2 സെൻറ്റർ ബാക്കുകളായിട്ട് ലെസ്കോ അതുപോലെ മിലോസ് ഉണ്ടായിട്ടും അവിടെ അറിയാം ഹൈദരാബാദിൻ്റെ ഫുൾ ഇന്ത്യൻ പ്ലേയേഴ്സാണ്. ആകെ ജാവിക്ടറാണ് ആ ഗോൾ സ്കോർ ചെയ്തത്. അവസാനമൊക്കെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ഒക്കെ വൻ ഷോക്കാണെന്ന് പറയാം. ഇത്രയും ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടായിട്ടും അവർ തന്നെ സെറ്റ് പീസിൽ പല തവണ ഡേഞ്ചർ ഇതായിട്ടുണ്ടായിരുന്നു. പ്ലേ ഓഫിലേക്ക് വരുമ്പോഴെങ്കിലും മാറുമെന്നറിയില്ല, മാറും തോന്നുന്നില്ല. അത്രയും ശോകമാണ് ഡിഫൻസ്. അപ്പോൾ ഇതൊക്കെയാണ് മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. നല്ല പെർഫോമൻസ് കുറേ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിഹാൽ സുധീഷും ഗോൾ സ്കോർ ചെയ്തു. അതും 2 മലയാളി താരങ്ങൾ. അതൊക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ് മലയാളി ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച്. അതുപോലെ മിഡ്ഫീൽഡിൽ കളിച്ച് ഫ്രെഡിയൊക്കെ അത്യാവശ്യം മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു ഒപ്പീനിയൻ കമൻറ്റായി രേഖപ്പെടുത്തപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ.